ഹലോ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഹിമാലയൻ 450 ബാഷ് പ്ലേറ്റ് ആണ്. അത്യാവശ്യം ഓഫ് റോഡിങ് പോകുന്നവർക്കാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ബാഷ് പ്ലേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന അലൂമിനിയം ബാഷ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 3 mm വോൾ തിക്നെസ് ആണ് ഇതിന് വരുന്നത്. അതുകൂടാണ്ട് നമ്മളിൽ ചെയ്തിരിക്കുന്ന വെൽഡിങ് ചെയ്തിരിക്കുന്ന റോബോട്ടിക് വെൽഡിംഗ് ആണ്. അത്യാവശ്യം നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് ആയിരിക്കും. റോബോട്ടിക് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫിനിഷ് നമുക്ക് വരുന്ന ഒരു ബ്രഷ് ഫിനിഷ് വരുന്നത്, പ്രോപ്പർ ഗ്ലോസി അലൂമിനിയം അല്ല, ഒരു ബ്രഷ്ഡ് ഫിനിഷിലാണ് അലൂമിനിയം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഫ്രണ്ടിലാണെങ്കിലും ഈ ഒരു ബെൻറ്റ് പൈപ്പിൻ്റെ ഒരു കവറിങ് നമ്മൾ സൈഡ് അടക്കം കവർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡിങ് പോകുമ്പോൾ ഒബ്വിയസ്ലി ചെളിയടിച്ച് കയറുക, ഒരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളിലേക്ക് പോകുക, അതൊക്കെ മാക്സിമം കുറയ്ക്കാനായിട്ട് നമ്മളത് ഫുള്ളി ബോക്സ് ചെയ്തിട്ടാണ് ആ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം തന്നെ നമുക്ക് MS ബ്ലാക്ക് പൗഡർ കോഡ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സീരീസിൽ വരുമ്പോൾ ഇപ്പോൾ ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ അലൂമിനിയം പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അലൂമിനിയത്തിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെയ്റ്റ്ലെസ് ആയിരിക്കും. മറ്റേ MS പൗഡർ കോട്ടിനേക്കാളും ഓൾമോസ്റ്റ് ഒരു 60-70% വെയ്റ്റ്ലെസ് ആയിരിക്കും അലൂമിനിയം വരുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്തു.